ഈ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനൽ ചർച്ചയിൽ പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതിന്റെ ക്രിറ്റിസിസം പലപ്പോഴും ഹെൽത്തി അല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളല്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. നദികൾ സുന്ദരി മോശമല്ലല്ലോ സിനിമ. അശ്വന്തിന്റെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് അച്ഛനെ ഞാൻ വിളിച്ചു വരുത്തില്ലല്ലോ. ഇത് കണ്ട ഏറ്റവും വലിയ ക്രിട്ടിക്കാണ്, അറിയാലോ. സോ അന്ന് ആകെ മിക്സ്ഡ് എന്ന് പറയുന്ന അശ്വന്തിന്റെ മാത്രമേ ഉള്ളൂ. അവരൊന്നുകിൽ നമ്മളെക്കാളും വളരെ മുകളിൽ, അല്ലെങ്കിൽ അവർ മലയാള സിനിമ കാണേണ്ട ആൾക്കാരെയല്ല. അങ്ങനെയുള്ള ഒരാളുകളുടെ കൂടെ ഇരുന്നപ്പോൾ ഞാനും ഒരു നെഗറ്റീവ് ആയി എന്നാണ് എനിക്ക് തോന്നിയത്. നാളെ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരും. അവർ ഇതിനേക്കാളും വലിയ ഇൻസൾട്ടും നിങ്ങളെ ഫോളോ ചെയ്തിട്ട് വരുക. നമസ്കാരം. ഞാൻ ഇന്നലെയാണ് നദികളിൽ സുന്ദരി യമുന കണ്ടത്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈ സിനിമയെ ബന്ധപ്പെട്ട് ഇന്ന് ആ സിനിമയിൽ അഭിനയിച്ച എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായ ധ്യാനാണ് എന്നോടൊപ്പം. ധ്യാൻ, നമസ്കാരം. വളരെ പേഴ്സണലായിട്ട് ഞാൻ പറയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് സുഹൃത്തായതുകൊണ്ട് തന്നെ അല്ല, സിനിമ ആ സിനിമ ഞാൻ ഇന്നലെ കാണാൻ പോയപ്പോൾ സവിത തിയേറ്ററിൽ കാണുമ്പോൾ ആദ്യം ഞാൻ കയറുമ്പോൾ 25 പേരാണ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ സിനിമ കണ്ടു കുറച്ച് ചിരി ഇങ്ങനെ പറഞ്ഞത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫാമിലിയാണ് മൊത്തം. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. ഓരോ സീനിലും ചിരിയുണ്ട്. അതില്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. എങ്ങനെയാണ് നദികളിൽ സുന്ദരി യമുന ഇത്രയും നല്ല രീതിക്ക് പോകുമെന്ന് ഇതിനു മുമ്പ് തന്നെ വിധി എഴുതിയത്? ഇത് ഞാൻ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് മിക്ക സിനിമകളും തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുന്നേ ഡബിന്റെ സമയത്ത് മാത്രമേ ആക്ടേഴ്സ് സിനിമ കാണുന്നുള്ളൂ. അത് ഡബ് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ മാത്രം ഡബ് ചെയ്ത് നമ്മൾ പോകുന്നു. അല്ലാതെ നമ്മൾ ഒരിക്കലും ഫുൾ സിനിമയൊന്നും പലപ്പോഴും നമ്മൾ കാണാറില്ല. കാരണം ഷൂട്ട് കഴിയുന്നു, ഡബ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രോസസ്സിനുടനീളം അല്ലെങ്കിൽ പല ഘട്ടങ്ങളായിട്ട് ഞാൻ ഇൻവോൾവും ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു കൺസെന്റോടുകൂടി അവരാവശ്യപ്പെട്ടപ്പോൾ ചേട്ടാ ഒന്ന് എഡിറ്റ് ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അതിന് ഫൈനൽ കട്ടായപ്പോൾ എന്നെ വിളിച്ചു. അപ്പൊ കണ്ടു. മ്യൂസിക് കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു. മിക്സ് കഴിഞ്ഞപ്പോഴും അതിന്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ഞാൻ കണ്ടു. അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ഇതൊരു ഇതൊരു മഹാസംഭവമോ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു സിനിമയാണ്. ഇത് എത്തരം ഓഡിയൻസിലോട്ട് എത്തും എന്നുള്ള നേരത്തെ പറഞ്ഞ പോലെ ഈ ബാക്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരം കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ സിനിമയാണ്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ അച്ഛനെയും അമ്മയെയും അല്ലെങ്കിൽ ഇവരെയൊക്കെ ക്ഷണിക്കാൻ കാരണം. അല്ലെങ്കിൽ ഒരിക്കലും അച്ഛനെ ഞാൻ വിളിച്ചു വരുത്തില്ലല്ലോ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിട്ടിക്കാണ്, അറിയാലോ. സർക്കാസത്തിന്റെയും അല്ലെങ്കിൽ എക്സ്ട്രീം അൾട്ടിമേറ്റ് ആണ്. അപ്പൊ അങ്ങനെ അച്ഛനെ വിളിച്ച് വരുത്തിയ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അച്ഛനെ ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത്. അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, അച്ഛന് ഇഷ്ടപ്പെട്ടു. കണ്ടപ്പോ അഭിപ്രായം പറഞ്ഞപ്പോഴൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. ആ രീതി അത് അമ്മ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. സിനിമ കണ്ട് എനിക്ക് ധ്യാൻകുട്ടിന്റെ സിനിമ കണ്ട് എനിക്ക് എപ്പോഴും കോമഡിയാണ് ഇഷ്ടം എന്ന് തന്നെ അമ്മ പറയുന്നു. അമ്മ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ശ്രീനിച്ചേട്ടനെ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ. അത് ധ്യാന്റെ അടുത്ത് ധ്യാൻ എങ്ങനെ പേഴ്സണലി സിനിമ കണ്ടതിന് ശേഷം തോന്നിയോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഞാൻ നമ്മളെ അനുകരിക്കാൻ നോക്കുന്നത് ഒന്നുമല്ല. പലരും ഇപ്പൊ പറഞ്ഞപ്പോ അല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം 1-2 പേര് പറഞ്ഞപ്പോഴൊക്കെയാണ് ആണോ, അല്ലെങ്കിൽ കാരണം രൂപം കൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടോ ഞങ്ങൾ തമ്മിൽ ഒരു സാമ്യമില്ല, ഏട്ടനാണ് എന്നാലും അച്ഛനെ പോലെ കാണാനൊക്കെ. അപ്പൊ പക്ഷെ കണ്ടു വന്നപ്പോ എന്നോട് കുറെ പേര് പറഞ്ഞു അച്ഛന്റെ ചില മാനറിസം അല്ലെങ്കിൽ അച്ഛന്റെ കുറെ സാധനങ്ങൾ ആ സിനിമയിൽ കയറി വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ സന്തോഷം തോന്നി. ഈ ഒരു സിനിമ നേരത്തെ തൊട്ട് ഇതൊരു സിനിമയുടെ തുടക്കം തൊട്ട് നമ്മൾ സംസാരിക്കും. ഈ ഒരു സിനിമയെ കുറിച്ച് ഞാൻ എന്നും എന്നോട് സംസാരിക്കായിരുന്നു. അത് ഇത്ര മാത്രം സത്യസന്ധമാവുന്ന ഞാൻ സിനിമ കണ്ടപ്പോഴാട്ടോ മനസ്സിലായത്. ഞാൻ പല കാര്യങ്ങളും പലതും പറയാറുണ്ട്, പക്ഷെ അതൊരു സത്യസന്ധമായപ്പോഴാണ് എനിക്കും ഒരു സന്തോഷം തോന്നുന്നത്. ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു മാതൃക എന്നൊരു മെസ്സേജ് വരണം. നമ്മളൊരു അന്യ സംസ്ഥാനത്ത് പേര് വിവാഹം ചെയ്തു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ സിനിമ കണ്ടാൽ കാണാത്തവർക്ക് പറയില്ല, കണ്ടാലേ മനസ്സിലാവും. അത്തരം ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് ചിന്തിച്ചോ? അല്ല, ഇത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാണ് എന്നോട് ഇത് പറഞ്ഞു. അവര് റൈറ്റർ ഡയറക്ടേഴ്സാ ഇത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സുഹൃത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ബന്ധുവിന്റെ ജീവിതത്തിൽ ശരിക്കും നടന്ന ഒരു സംഭവമാണ്. അപ്പൊ അങ്ങനെ ഒരു യമുനയുണ്ട്, അതേപോലെ ഒരു കണ്ണനുണ്ട്, റിയൽ ലൈഫ്. അപ്പൊ ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു മെയ്ഡപ്പ് അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേറ്റഡ് കഥയല്ല, അവരുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം. കാരണം ഈ കഥ നടക്കുന്ന കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് ബേസിക്കലി കേരള കർണാടക ബോർഡറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാന്താരയൊക്കെ സെറ്റ് ചെയ്ത പോലത്തെ സ്ഥലത്താണ് ഈ കഥ പറയുന്നത്, തെയ്യത്തിന്റെയൊക്കെ ഒരു ബാക്ക്ഡ്രോപ്പിൽ. അപ്പൊ അവിടെ നടന്നൊരു കഥയും കൂടെ എന്ന് കേട്ടപ്പോ എനിക്ക് അതിലൊരു കൗതുകം തോന്നി നമുക്ക്. കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായതാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ എന്താ പറയണ്ടേ,
ഒരു സോഷ്യൽ മെസ്സേജ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റയർ ഒന്നും അല്ല ആ രീതിയിൽ. എങ്കിലും ഒരു മെസ്സേജ് ഉണ്ട് താനും. അങ്ങനെ മെസ്സേജ് പർപ്പസ്ഫുള്ളി ചെയ്തതല്ല. ആ നടന്ന സംഭവത്തിന്റെ ഒരു സിനിമാറ്റിക് വേർഷൻ ആണ് ഈ സിനിമ. അപ്പൊ ആ രീതിയിൽ ഒരു ഇന്നേതരം അല്ലെങ്കിൽ അവിടെ നമ്മളെ രാഷ്ട്രീയം ഒരു മേൽപ്പൊടി പോലെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ബ്രീഫ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അത്രമാത്രം രാഷ്ട്രീയമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയൊന്നും ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഒന്നും ഇതിനകത്തില്ല. മെസ്സേജിങ്ങിന് വേണ്ടിയിട്ടും ചെയ്തിട്ടില്ല. ചിരിപ്പിക്കുക, ആൾക്കാരെ എന്റർടൈൻമെന്റ് എന്നുള്ളൊരു ഫാക്ടർ മാത്രമേ നമ്മൾ ആലോചിച്ചിരുന്നു. നമുക്ക് ആ വിവാഹത്തിന് പോകുന്നു, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളെ ഒരു ത്രില്ലിംഗ് നിർത്തുന്നുണ്ട്. കാരണം യാത്രയിൽ വൈഫുമായിട്ട് സംസാരിക്കുന്ന പല ഘട്ടങ്ങളും നമ്മളെ ഇതെന്താണ് വൈഫ് എന്ന് ത്രില്ലിംഗിൽ നിർത്താൻ ഈ സംവിധായകർക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പലതും ചിന്തിച്ചു, വൈഫ് എങ്ങനത്തെ ആളായിരിക്കാം, വൈഫ് കോമഡി പറയുന്ന ആളായിരിക്കും. ഞാൻ ഉദ്ദേശം മനസ്സിലാക്കണം, നമ്മൾ സിനിമ കാണാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ത്രില്ലിംഗിൽ നിർത്താൻ ഈ സംവിധായകർക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ടോ? എങ്ങനത്തെ ആളായിരിക്കും വൈഫ്? കൂടുതൽ സംസാരിക്കുന്ന ആളായിരിക്കുമോ, കൂടുതൽ സംസാരിക്കാത്ത ആളായിരിക്കുമോ, എന്തായിരിക്കും സംസാരിക്കുക? അത്തരം ത്രില്ലിംഗിൽ നിർത്താൻ കൃത്യമായി സംവിധായകർക്ക് കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ബസ്സിലുള്ള യാത്ര ചെയ്യുമ്പോൾ. കാരണം ഭാഷ പലപ്പോഴും എന്റെ വൈഫ് പഠിച്ചതും വളർന്നതൊക്കെ ഡൽഹിയിലാണ്. അപ്പോ അവൾക്ക് മലയാളം അവൾ സംസാരിച്ചു തുടങ്ങിയിട്ട് ഒരു 5-6-7 വർഷമായിട്ടുള്ളൂ അവൾ മലയാളം സംസാരിച്ചു തുടങ്ങിയിട്ട്. ഇപ്പോഴും അവൾ പറയുന്ന പല കാര്യങ്ങളിലും നമ്മൾ തിരുത്തി കൊടുക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. അതേപോലെ അവരുടെ നാട്ടിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഹിന്ദി വലിയ പിടിയില്ലാത്തതുകൊണ്ട് അവർ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന, പക്ഷെ അപ്പോൾ പോലും ഈ പറഞ്ഞ സ്നേഹം, ബന്ധം എന്നൊക്കെ പറയുന്ന ഭാഷക്ക് അതീതമാണല്ലോ. ആ ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞ മാമൻ കല്യാണം കഴിച്ചത്, മാമൻ എന്ന് പറയുന്ന അരവിന്ദന്റെ അതിഥികളും കഥ പറയുമ്പോഴൊക്കെ ചെയ്ത മാമൻ കല്യാണം കഴിച്ചത്, മാമൻ കല്യാണം കഴിച്ച ഒരു പുള്ളിക്കാരി മലയാളിയാണ്. മാമി ബേസിക്കലി ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ. അപ്പൊ ഭാഷ തീരെ അറിയില്ല. മാമനാണ് മലയാളം ഒഴിച്ച് വേറെ ഭാഷ അറിയില്ല. അപ്പൊ ഇവർക്ക് ഭീകര കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളായിരുന്നു പലപ്പോഴും. മാമി പറയുന്ന മാമന് മനസ്സിലാവില്ല. അങ്ങനെ ഒരു തവണ, പക്ഷെ അപ്പോഴും പോലും ഭാഷ അല്ലല്ലോ, ലാംഗ്വേജ് അല്ലല്ലോ. ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിക്കേഷന് പലപ്പോഴും ലാംഗ്വേജ് ഒരു ബാരിയർ അല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അതിൽ മലയാളികൾ പ്രത്യേകിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ എന്റെ അടുത്ത സുഹൃത്ത് പോലും, ഞാൻ ഇവനെയും കൊണ്ട് ദുബായ് മോളിൽ വെച്ചോണ, അവൻ മലയാളിയാണ് എന്റെ സുഹൃത്ത്, അവൻ അറബി പറഞ്ഞു കേട്ട് ഞാൻ ഞെട്ടിപ്പോരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പോയിട്ട് ഒരു കടയിൽ കയറിയിട്ട് ഒരു അറബിനോട് ഇതെന്താ വില എന്ന് ചോദിക്കുക. അത് ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ വില, അത് പറയുന്നത് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെന്താ വില പറയുന്ന മൊത്തം മലയാളം, പക്ഷെ സ്ലാങ് അറബി. അതൊന്നും പറ്റൂല, പാടില്ല, ഇങ്ങനെ പറയണം. അപ്പൊ ഞാൻ മലയാളം അല്ലേ പറഞ്ഞത്, അവന് കാര്യം പിടികിട്ടിയോ അത് മതി. അപ്പോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു പ്രത്യേകതരം ഭാഷക്കതീതമാണ് ഈ പറഞ്ഞ പോലെ മലയാളിയുടെ ആ കഴിവ്. അപ്പൊ എനിക്ക് മാമന്റെ ഒരു കഥ എനിക്ക് ഓർമ്മയെന്ന് വെച്ചാൽ, മാമൻ ഇതേപോലെ മാമിയുടെ സൽക്കാരത്തിന് വേണ്ടിയിട്ട് ബോംബെയിൽ സുഹൃത്തുക്കളുടെ പോയ സമയത്ത് ഇവര് ഭയങ്കര ഈ പറഞ്ഞ ഭക്ഷണം, ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഭക്ഷണം, ആദ്യം ഒരു തട്ടില് വലിയ സ്വീറ്റ്സ് വരും, പിന്നെ ഓരോ താലി പോലെ ഓരോ പല 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 ഭക്ഷണം വരും. അപ്പൊ മാമൻ കഴിച്ച് അവന് വയറ് കൂട്ടിയിട്ട് ഇത് മതി, ബസ് എന്ന് പറയാൻ എന്നൊക്കെ പറഞ്ഞ് ഇവര് കഴിപ്പിച്ച് ലാസ്റ്റ് വലിയൊരു തട്ടിൽ എന്തോ ഒരു സാധനം കൊണ്ട് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ ആ വീട്ടില് ജോലിക്കായിരുന്നു. ലാസ്റ്റ് അവരാരെന്ന് പോലും മാമൻ മാമൻ അവസാനം ഈ സ്ത്രീയുടെ കാലിൽ വീഴും ബസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അറിയുന്നത് ആ വീട്ടിലെ ജോലിക്കാരി. അപ്പൊ ഇവരൊക്കെ ഞെട്ടിപ്പോയി. അപ്പൊ അവരെ ചിന്തിച്ച് ഈ പറഞ്ഞ പോലെ ഇത്രയും അപ്പൊ കാരണം ബസ് കൊണ്ട് കാലിൽ വീഴേണ്ട അവസ്ഥയായിരുന്നു. അപ്പം അപ്പോഴും പോയി അവിടെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ആയി. എന്നുവെച്ചാൽ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ടും അവര് ഇട്ടില്ല. ലാസ്റ്റ് കാലിൽ വീഴേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഭാഷ എനിക്കൊന്ന് നമ്മളെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അതാണ്. അതായത് കന്നഡ അറിയാത്ത, ഇപ്പോഴും എനിക്ക് കന്നഡ വലുതായിട്ട് അറിയില്ല, അറിയാതെ വരുന്ന അല്ലെങ്കിൽ ഭാഷ അറിയാത്ത ഒരു പെൺകുട്ടി വരികയും അവിടെ ഉണ്ടാവുന്ന കുറെ സന്ദർഭങ്ങളാണല്ലോ സിനിമയുടെ ഒരു ഉണ്ടാകുന്ന വിഷയം. അപ്പൊ ലാംഗ്വേജ് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇതല്ലാതെ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയണ്ടേ, അതൊരു ബാരിയർ ആയിട്ട് എനിക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, അത് ലാംഗ്വേജ് വിഷയമല്ല. നമ്മൾ കുളിക്കാൻ നേരത്ത് തോർത്തു ചോദിക്കുന്നതൊക്കെ അതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് ആക്ഷനും ഇതെല്ലാം ശരിയാണ്. ചായക്ക് പറയുന്നതുണ്ടല്ലോ. പക്ഷെ റൊമാൻറ്റിക്, ഇതിനകത്ത് റൊമാൻസ്, കല്യാണം കഴിച്ചു വന്നിട്ടുള്ള ആ ഒരു ആകാംക്ഷ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ധ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവിക്കുന്ന ആ മുഹൂർത്തങ്ങൾ ഭയങ്കര രസകരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലെ. ആ കുട്ടിക്കും ഒന്നും അറിയില്ല, ധ്യാനും ഒന്നും അറിയില്ല. അപ്പൊ ധ്യാൻ പറയുന്ന ഒരു ഡയലോഗാണ് ഏറ്റവും പാവം ക്ഷീണിച്ച് ഉറങ്ങുകയായിരിക്കും എന്ന് പറയുന്നത്. അതൊക്കെ സ്പോട്ടിൽ കുറെ സാധനങ്ങൾ കൈന്നിട്ടിട്ടുണ്ടാവും. അതൊക്കെ സ്പോട്ടിൽ ഇട്ടതാ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവം ക്ഷീണിച്ച് ഉറങ്ങുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചില സാധനങ്ങള്
നമ്മള് അപ്പൊ തോന്നുന്ന ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ആ സീനിന്ന് അടുത്ത ഇതിലോട്ട് ആ ഗ്യാപ്പിൽ ഒന്ന് ഫില്ല് ചെയ്യണമല്ലോ. നടന്ന് അവളുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് ക്ഷീണിച്ചുറങ്ങി അതൊക്കെ ഫില്ല് ചെയ്ത് പോയത്. ഈ നമ്മള് പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മള് ഇടവേളയിൽ കൊണ്ടു നിർത്തുമ്പോൾ ഇടവേള ആകുന്നത് അറിയാത്ത ആ ഒരു സോങ്ങിലാണ്. അത് നമ്മുടെ മനസ്സിലുള്ള സോങ് ആണ്, വരവേൽപ്പ് സിനിമയിലെ സോങ് ആണ്. ആ സോങ് വേണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി എങ്ങനെ? ആ തീരുമാനം എന്റേതായിരുന്നു. തീരുമാനം എന്റേതാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ യാത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ ബസ്സിൽ പോകുന്നു, ഇവരൊരു ഈ കല്യാണം കൂടാൻ വേണ്ടി ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ എത്തുന്നു. അതിന്റെ ഒരു ബസ്സിന്റെ 2 കട്ട്സും പിന്നെ ഒരു 2 ഏരിയൽ ഷോട്ട്സും കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു. ഇപ്പൊ ആ സോങ്ങിലാണ് നമ്മൾ ഇന്റർവെൽ അടക്കം വെച്ചിരിക്കുന്നത്. നമുക്കത് അറിയുന്നില്ല. കാരണം ഒരു യാത്ര എപ്പോഴും ഓരോ യാത്രക്ക് ഓരോ ഉദ്ദേശം ഉണ്ടാവും, ഒരു പർപ്പസ് ഉണ്ടാവും. അപ്പൊ എനിക്ക് അത് തോന്നിയ അവിടെ ബ്ലോക്ക് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ ആ പാട്ടായിരുന്നു അതിന്റെ കറക്റ്റ് പോയിന്റ്. സാധാരണ ഒരിക്കലും ഒരു സിനിമയുടെ സോങ്ങിൽ നമ്മൾ ഇന്റർവെൽ ഒന്നും വെക്കില്ല. ഇല്ല. അപ്പൊ ആ യാത്ര കഴിഞ്ഞിട്ട് അവിടെ സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരു യാത്രക്ക് പല ഉദ്ദേശങ്ങൾ, ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയാണല്ലോ ഓരോ യാത്രയും. ഈ യാത്രയുടെ ഒടുക്കം നല്ലത് സംഭവിക്കും അല്ലെങ്കിൽ നല്ലത് ഉണ്ടാവും. അപ്പൊ ആ ഒരു പോയിന്റിലാണ് ഇന്റർവെൽ ബ്ലോക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ആലോചിച്ചു അതൊന്നും മൊണ്ടാഴ്ച പോലെ ട്രീറ്റ് ചെയ്തിട്ട് എന്ത് പാട്ട് ഇടും അല്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലോടി വന്ന ഈ വരവേൽപ്പിൽ ആ പാട്ടാ. കാരണം ഇവരെയൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഗ്രാമീണതയും ഈ ബാക്കിയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഭയങ്കര ഒരു എന്താ പറയണ്ട അവിടെ ബിലോങ് ചെയ്യുന്ന ഒരു പഴമയും പരിപാടിയൊക്കെ ഫീൽ ചെയ്യും ആ ബസ് യാത്രയ്ക്ക്. ഞാൻ വെറുതെ ഒരു ഇടവേള സമയത്ത്, ഒരു ബ്രേക്കിന്റെ സമയത്ത് ഈ സോങ് വെച്ചിട്ട് ആ ഷോർട്സ് ഒക്കെ എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയോ അത് ഭയങ്കരമായിട്ട് അങ്ങ് ജെല്ലായി പോയി. അത് അതിനു വേണ്ടി ഷൂട്ട് ചെയ്തതേ അല്ല, ആ പാട്ടിന് വേണ്ടി ഷൂട്ട് ചെയ്തതല്ല, വെറുതെ യാത്ര ചെയ്ത സമയത്ത് കുറെ കട്ട്സുകൾ എടുത്തിട്ട് ആ പാട്ട് വെച്ചിട്ട് പ്ലേസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞിട്ട് മിലനിയത്തിന്റെ കയ്യിലായിരുന്നു റൈറ്റ്സ്. അവരെ വിളിച്ചു ചോദിക്കുന്നു, അവർ ഓക്കെ പറയുന്നു, ആ പാട്ട് വരുന്നു. അതാണ് ഇപ്പൊ നമ്മള് ഇന്റർവെല്ല് ബ്ലോക്ക് ചെയ്തു. അത് നമുക്ക് ഇന്റർവെൽ ആവുന്ന അറിയുന്നില്ല, പാട്ടിൽ അറിയുന്നില്ല. അതാണ് ആ പാട്ടിനോടുള്ള ഒരു ഇത് വന്നത്. ഈ പറഞ്ഞതുപോലെ അജു ഇതിൽ പറ്റിയ ക്യാരക്ടർ വേറെയാണ്. അജു ഫുൾ ടൈം ഞാനൊക്കെ അജു തമ്പാക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് അജു ഉണ്ടായിരുന്നു ചോദിച്ചു, അജു ഇപ്പൊ പോയല്ലോ. അത് എങ്ങനെയാണ് അത്തരം ഒരു രീതിക്ക് ഫേസ് വേണമെന്ന് തീരുമാനിക്കാൻ? എനിക്ക് അജു എന്നാത്താം കേസോട് കണ്ടിട്ട് ചാക്കോച്ചൻ ആ ഒരു മേക്ക് ഓവർ പിടിച്ചപ്പോ അജു അത് പറഞ്ഞു വാങ്ങിച്ചതാ. മിക്കപ്പോഴും അജുവിന്റെ മേക്ക് ഓവറിന്റെ ഒക്കെ പുറകിൽ മേക്കപ്പ് മാനോ അല്ല ഡയറക്ടറുടെ തീരുമാനമല്ല, എല്ലാം അജുവിന്റെ. ഇപ്പൊ കുഞ്ഞിരാമായണത്തിൽ ലുക്ക് ആയിക്കോട്ടെ, കപ്പ്യാറിലെ ലുക്ക് ആയിക്കോട്ടെ, ഇതൊക്കെ അജു ആദ്യം തന്നെ വന്നിട്ട് എങ്ങനെ ലുക്കിൽ വ്യത്യാസം വരുത്താന്നുള്ള അജുവിന്റെ ഒരു ചിന്തയുണ്ട്. ആ ലുക്ക് സെറ്റ് ആയാലും മാത്രമേ അജു പലപ്പോഴും കോൺഫിഡൻസ് വരാറുള്ളൂ അജുവിന്. കാരണം എന്നാലും അതുവരെ ആ ക്യാരക്ടർ, കാരണം കൂളിംഗ് ഗ്ലാസ് ത്രൂ ഊരിയിട്ടില്ല, ആ കൂളിംഗ് ഗ്ലാസ് ത്രൂ ഔട്ടുണ്ട്. ഒരു കുറി തൊട്ടിട്ടുണ്ട്, ഈ പല്ലിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജുവിനെ ഓർക്കുമ്പോൾ തന്നെ എല്ലാ ക്യാരക്ടറും ഒരു ഐഡന്റിറ്റി ഫീൽ ചെയ്യും. ഇപ്പൊ ഈ പടത്ത് കുഞ്ഞിരാമായണത്തിൽ അജു പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നു, ഒരു വിഗും. ഇപ്പൊ ഇന്ന് ഈ വിദ്യാധരൻ എന്ന് പറഞ്ഞ നദികൾ സുന്ദരി യമുന എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അജുവിന്റെ ആ മുഖം അല്ലെങ്കിൽ ആ വ്യത്യാസം, അജു ഇപ്പൊ കേരള ക്രൈം ഫയൽസിൽ അജു ക്ലീൻ ഷേവ് അടിച്ചു, മീശ അതേ ലുക്ക് തന്നെയാണ്, മീശ ഇതാക്കി. പക്ഷെ ഈ പല്ലും ഈ കുറിയും ഈ ഗ്ലാസും വന്നപ്പോ അതിൽ നിന്നൊരു വ്യത്യാസം. അത് അജു എന്ന ആക്ടർ എടുക്കുന്ന ഡെലിബറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അജു അത് ചുരുക്കം ചില ആക്ടേഴ്സ്, ഇപ്പൊ ഞാൻ ആ രീതിയിൽ അങ്ങനെ ലുക്കിൽ വലിയ വ്യത്യാസം വരുത്തുന്ന ആളുമല്ല, ചെയ്യാൻ ശ്രമിക്കാറുമില്ല. പക്ഷെ അജു വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എനിക്കൊന്ന് അജു ഫോളോ ചെയ്തത് എന്നോട് പറഞ്ഞത് മമ്മൂക്കയാണ് ഒരു പരിധി വരെ. മമ്മൂക്ക ചെയ്യുന്ന പല കാര്യങ്ങളും അജു ആ ലുക്കിലുണ്ടാവുന്നത്. കാരണം മമ്മൂക്ക ആദ്യം തന്നെ ലുക്ക് ഒന്ന് സെറ്റ് ചെയ്യും. ഈ പറഞ്ഞ പോലെ മമ്മൂക്കിന്റെ എല്ലാ പടം എടുത്തോ, പണ്ടത്തെ ഇപ്പൊ നമുക്ക് മൃഗയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിധേയനായിക്കോട്ടെ, പുതിയ പടം ഇപ്പൊ ബ്രഹ്മയോഗം ആയിക്കോട്ടെ, അല്ലെങ്കിൽ റൊഷാക്ക് ആയിക്കോട്ടെ, അപ്പൊ എല്ലാ പടത്തിനും മമ്മൂക്ക കൃത്യമായിട്ടുള്ളൊരു ഐഡന്റിറ്റി നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ ആ ലുക്ക് നമുക്ക് മനസ്സിൽ വരും, ആ മുഖം നമുക്ക് ഓർമ്മ വരും, അതിലൊരു വ്യത്യാസം ഉണ്ടാവും. അത് പുള്ളി ഫോളോ ചെയ്തത് നമുക്ക് കണ്ടിട്ടാണ് എന്നോട് പറഞ്ഞു. അജു പറഞ്ഞു അല്ലേ, അത്തരം ഒരു ചേഞ്ചിങ് ധ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ എല്ലാ സിനിമയിലും നോക്കുമ്പോൾ ഏകദേശം ഈ പരിപാടി വളരെ ചുരുക്കമാണ് താടിയില്ലാത്ത സിനിമ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. ബിക്കോസ് എനിക്ക് പല സിനിമയുടെയും കണ്ടിന്യൂറ്റി ഉള്ളത് കൊണ്ടും ഞാൻ പല സിനിമകളും ഇടക്ക് ബ്രേക്ക് ആയി പോയിട്ട് സ്കെഡ്യൂളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ താടി എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് ഈ താടി എടുക്കാൻ പറ്റാത്ത ലുക്കിലും പരിപാടിയിലും വ്യത്യാസങ്ങൾ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ പലപ്പോഴും അജു ചെയ്യുന്ന പോലെ എന്നോട് ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്തിട്ടില്ല, ഈ ലുക്ക് തന്നെ മതി ചേട്ടാ, എന്നോട് മിക്കവാറും പേര് പറയാറാണ്. എനിക്ക് ജെന്യുവനായിട്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇനിയുള്ള സിനിമകൾ, ഇനിയൊന്ന് പിടിക്കണം. അതുപോലെ കഥകൾ സെലക്ട് ചെയ്യുന്നത് ഞാൻ ഭയങ്കര പരാജയമാണ് എന്ന് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അതിൽ വന്ന കമന്റുകൾ വായിക്കുന്നു തോന്നുന്നു.
ധ്യാൻ ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ സിനിമകൾ പോലുള്ള ഇങ്ങനെയാണ് ധ്യാനം വേണ്ടതെന്ന് പറഞ്ഞിട്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ? സുഹൃത്ത് വലയത്തിൽ പോയി വീഴുകയാണോ? വീഴുകയില്ല. അവര് വരുന്ന സമയത്ത് നമ്മളത് കൃത്യമായി അവര് ഇപ്പൊ ഞാൻ കഥകൾ ചൂസ് ചെയ്യുന്നതിൽ പരാതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ കുഞ്ഞിരാമായണം ഓടിയപ്പോഴും തിര ഓടിയപ്പോഴും എല്ലാം കപ്പ്യാര് ഓടിയപ്പോഴൊക്കെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ വളരെ ചൂസ് ചെയ്യേണ്ട സിനിമ സെലക്ട് ചെയ്ത് പോയി. അന്നും അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ലായിരുന്നു. കാരണം ബേസിലിന്റെ പടമായത് കൊണ്ടാണ് കുഞ്ഞിരാമായണം ഞാൻ ചെയ്യുന്നത്. കപ്പ്യാര് വിജയേട്ടൻ എന്നെ വിളിക്കുന്നു, ഒരു കഥ പറഞ്ഞു. ആ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെ അപ്പോഴും വർക്ക് ചെയ്യുന്ന അജുവിന്റെ കൂടെ നീരജിന്റെ കൂടെ എന്നുള്ളതായിരുന്നു എന്റെ എക്സൈറ്റിംഗ് ഫാക്ടർ. ഒരേ മുഖം ഇതേപോലെ ഒരു സുഹൃത്ത് വഴി സുഹൃത്തിന്റെ സിനിമ ആയതുകൊണ്ട് മാത്രമാണ് അത്. അതിന്റെ എന്ന് വെച്ചിട്ട് ഇതിന്റെ കഥ ഞാൻ കേട്ടിട്ടില്ല എന്നോ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊക്കെ ഇത്രയും ഓടുവോ, ഇങ്ങനെ ഒരു ചിന്തയോ അല്ലെങ്കിൽ സെലക്ഷനോ ഇത്തരം സിനിമകളെ ഞാൻ ചെയ്യൂ. കാരണം തിര കഴിഞ്ഞിട്ട് എനിക്കൊരിക്കലും ഞാൻ ചെയ്യേണ്ട സിനിമയല്ല അങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞിരാമായണം. എനിക്ക് കുറച്ചൊരു കരിയർ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ മേ ബി ഒരു കൂട്ടക്കളി അല്ലെങ്കിൽ അത് നായകനായിട്ട് വലിയൊരു സിനിമ ചെയ്യാൻ ഞാൻ ചിന്തിക്കുള്ളൂ, ഒരു നടൻ എന്ന രീതിയിൽ. പക്ഷെ അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു നടനാവണം അല്ലെങ്കിൽ ഒരു വലിയ മെയിൻ സ്ട്രീം മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടനാവണം എന്നുള്ളൊരു ചിന്ത അന്നും എനിക്കില്ലായിരുന്നു, ഇന്നും എനിക്കില്ല. അങ്ങനെ സെലക്ഷൻ പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോകുന്നില്ല. കാരണം ഞാൻ സംവിധായകനാവണമെന്ന് ആഗ്രഹിച്ചു വന്ന ആളാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. ഇന്നും ഞാൻ സംവിധായകനാവണം, അല്ലെങ്കിൽ ഇനി അടുത്ത ഈ പറഞ്ഞ പ്രോസസ്സ് ഒന്ന് അവസാനിപ്പിച്ചിട്ട് അടുത്ത സംവിധാനത്തിലോട്ട് കടക്കണമെന്നും അഭിനയം കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കാൻ എന്നുള്ളതാണ് എന്റെ ഫ്യൂച്ചറിലത് തീരുമാനം. അല്ല, സിനിമകൾ വേണ്ട എന്ന് അഭിനയം അതിന്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ലേ? പറ്റും, തീർച്ചയായിട്ടും പറ്റും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഞാനിപ്പോ ആലോചിക്കുന്ന സിനിമകളൊക്കെ വലിയ സിനിമകളാണ് സംവിധാനം ചെയ്യാൻ. അപ്പൊ വലിയ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോ 2 വർഷം എടുത്തു ലവ് ആക്ഷൻ തന്നെ തീരാൻ. അപ്പൊ 100 ദിവസത്തോളം ഷൂട്ട് ചെയ്തു. അപ്പൊ 100 ദിവസത്തോളം ഷൂട്ട് ചെയ്ത് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ നമ്മളൊരു 1.5-2 വർഷം പോയി കിട്ടും. പിന്നെയും നമ്മൾ തിരിച്ച് അഭിനയത്തിലോട്ട് വന്ന് നമ്മളൊന്നുകിലും കരിയർ, കാരണം നമ്മൾ ലീഡ് റോൾസ് ആണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് ഓക്കെയാ, അവർക്ക് എപ്പോ വേണമെങ്കിലും ഒന്നും ചെയ്യാം. പക്ഷെ ലീഡ് റോൾ ചെയ്യുന്നുണ്ട്, നായകനായിട്ടാണ് ഞാനിപ്പോ കൂടുതൽ സിനിമകളിൽ അഭിനയിക്കുന്നത്. അപ്പൊ പാരലായിട്ട് രണ്ടും കൊണ്ടുപോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പൊ ഏട്ടൻ പോലും ഡയറക്റ്റ് ചെയ്യുന്നു, തിരിച്ചു വന്നിട്ട് ഒരു പടം ചെയ്യും, തിരിച്ചു വന്നിട്ട് ഇതാവും. പക്ഷെ അടുത്ത വർഷം പുള്ളി ഇപ്പൊ എനിക്കുന്നു ഇപ്പൊ വരുന്ന വർഷങ്ങൾക്ക് ശേഷവും അത് കഴിഞ്ഞ് വേറൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ പുള്ളിയുടെ ശേഷം ഒരു 3 വർഷത്തേക്ക് ഏട്ടനെ എന്തായാലും സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സിനിമ ചെയ്യുന്നില്ല, അഭിനയിക്കുന്നില്ല. 2 സിനിമകൾ അടുപ്പിച്ച് അഭിനയിച്ചു. അതും സുബേറിന്റെ 2 സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇനി ഒരു 3 വർഷത്തേക്ക് പുള്ളി അഭിനയിക്കുന്നില്ല, അല്ലെങ്കിൽ അടുത്ത സംവിധാനം പരിപാടികൾ കഴിഞ്ഞിട്ടേ അഭിനയമുള്ളൂ. അപ്പൊ അതുപോലൊരു തീരുമാനം എടുത്താൽ മാത്രമേ നമ്മൾ, കാരണം അത് കംപ്ലീറ്റ്ലി വേറൊരു ഇതേ ഇൻഡസ്ട്രിയുടെ ഭാഗമാണെങ്കിലും അല്ലെ പരിപാടിയുടെ ഭാഗമാണ്, പക്ഷെ വേറൊരു മേഖലയാണല്ലോ. കാരണം നമ്മള് പ്രത്യേകിച്ച് എന്റെ പ്രീവിയസ് സിനിമ എന്ന് പറയുന്നത് വലിയ സിനിമയായിരുന്നു, ഒരു ഫെസ്റ്റിവൽ സിനിമയായിരുന്നു. അപ്പൊ ഇനി ഞാൻ മുകളിലോട്ടേ ചിന്തിക്കുന്നുള്ളൂ, അടുത്തത് ഇതിനേക്കാളും വലിയ സിനിമ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും സമയം കൂടുതൽ എടുക്കും, എഫേർട്ട് കൂടും. അപ്പോ ഈ 2 പരിപാടിയും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ലെന്ന് എനിക്ക്. ഈ സിനിമയുടെ വിജയത്തിലേക്ക് പോയിക്കൊണ്ട് ഈ സിനിമ വിജയത്തിലേക്ക് വരുമ്പോൾ ഒത്തിരി മാറ്റി ചിന്തിക്കേണ്ടായി വരില്ല. ഇനി ധ്യാനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ്. ധ്യാൻ ഇനി താഴത്തേക്ക് പോകുന്നത് പ്രേക്ഷകർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാവില്ല. സിനിമയാണ് വിജയപരാജയം ഉണ്ടാകും, ഇല്ല എന്ന് ഒരിക്കലും ഇല്ല. അങ്ങനെ പ്രേക്ഷകർ കൂടുതൽ ധ്യാനം ഇഷ്ടപ്പെടുന്നത് ധ്യാനോട് എല്ലാവരും അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇനി കൂടുതൽ ഉത്തരവാദിത്വം കൂടിയില്ലേ? ആ ഉത്തരവാദിത്വം കൂടിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ അത് തിരിച്ചു നൽകാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടർ ഞാൻ തിരിച്ച് എന്റെ നല്ല സിനിമകളിലൂടെ ഞാൻ അത് തിരിച്ചു കൊടുക്കാം. പക്ഷെ അഭിനേതാ എന്നുള്ള രീതിയിൽ ഞാൻ ചിലപ്പോ ഞാൻ ഇന്നും വന്നും ഒരു ഉഴപ്പനാണ്, എന്നും വന്നും നമുക്ക് ആ ഒരു ഫീലിംഗ് വേണമല്ലോ. നമുക്ക് ആ ഒരു പാഷൻ വേണം അഭിനയത്തിനോടും. എനിക്ക് ആ ഒരു പാഷൻ ഇന്ന് വരെ ഇത്രയും വർഷത്തിനോടും എനിക്കത് തോന്നിയിട്ടില്ല. അപ്പോ ഞാൻ ആക്സിഡന്റൽ ആക്ടറാണ്, ഈ പറഞ്ഞ പോലെ വളരെ യാദൃശ്ചികമായ സിനിമ അഭിനയത്തിലോട്ട് വന്ന ആളാണ്. ഇപ്പോഴും എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് സിനിമയുടെ ഭാഗമാവണം എന്നുള്ളതാണ് അന്നും ഇന്നും. അപ്പോ 2020 എത്തിയപ്പോൾ കൊറോണ വന്നപ്പോഴേക്കും അടുത്തൊരു സംവിധാന സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ എടുക്കാൻ ഒരു കാലതാമസമുണ്ട്. അവിടെ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടി, അതിനായിട്ടുള്ള സമയം എടുക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് കരിയർ ഉണ്ടല്ലോ, അവിടെ കിടപ്പുണ്ടല്ലോ. അതോടൊപ്പം തന്നെ സിനിമയുടെ ഭാഗമായിട്ട് നമുക്ക് നിന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും നമ്മൾ ലേണിങ്ങും. കാരണം ഒരു 5 വർഷം സിനിമ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് ഒരു പടം ഡയറക്ട് ചെയ്യുന്നതല്ലോ ഞാനിപ്പോ ഉടനീളം കഴിഞ്ഞ 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടും എനിക്ക് ഓരോ ദിവസം അതൊരു ലേണിംഗ് ആണ്. ആസ് എ ഡയറക്ടർ ഓൾസോ എനിക്ക് കുറെ പഠനം നടക്കുന്നുണ്ട് ആ രീതിയിൽ. അപ്പൊ ആ ലേണിംഗ് കൂടിയാണ് ഞാൻ ഈ പറയുന്ന എന്റെ അഭിനയ ജീവിതത്തിലൂടെ ഞാൻ സാധിച്ചെടുക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ പറയുമ്പോൾ ധ്യാൻ തന്നെ പറഞ്ഞു, എനിക്ക് സ്വയം പറയുന്നത് എന്റെ അഭിനയത്തിൽ എത്രമാത്രം മികവ് വിജയിപ്പിക്കാൻ പറ്റുമെന്നുള്ളൂ. അപ്പോൾ വരുന്ന പ്രൊഡ്യൂസർമാർ ധ്യാനം തേടിയാണ് വരുന്നത്. അപ്പൊ അവര് പ്രതീക്ഷ വെച്ചേക്കാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടും അവരെന്നിലേക്ക് വരുന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ ആൾക്കാർക്ക് എന്നോടുള്ള ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ സിനിമ ഞാൻ ചെയ്യണം എന്നുള്ള നിർബന്ധമായിരിക്കാം. അങ്ങനെ വരുന്ന മിക്കതും എനിക്ക് പരിചയമുള്ള ഒരു സുഹൃത്ത് വലയത്തിനുള്ളിൽ വരുന്ന ആൾക്കാര്. അത്തരം ആൾക്കാരുടെ സിനിമകൾ ഞാൻ കണ്ണും പൂട്ടി ചെയ്യാറുണ്ട്. അതാണല്ലോ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഇല്ല. കണ്ണും പൂട്ടി ചെയ്യുമ്പോൾ അവര് അതൊന്നും ചിന്തിക്കുന്നില്ല, ധ്യാനം വേണം. സ്വാഭാവികമായിട്ടും അവര് കഥ കേട്ട് അവർ ഇഷ്ടപ്പെട്ട് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴേ ഒരു പ്രൊഡ്യൂസർ അതിൽ കാശ് മുടക്കും, ഒരു ആർട്ടിസ്റ്റിന്റെ പുറത്ത് കാശ് മുടക്കുള്ളൂ. അപ്പൊ അവർക്ക് കൃത്യമായിട്ടൊരു ധാരണ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉള്ളതിന് ശേഷമാണല്ലോ എന്റെ അടുത്തോട്ട് വരുന്നത്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരെടുത്ത് എന്നെ വെച്ച് സിനിമ ചെയ്യുന്നുള്ളൊരു അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ. അപ്പം എന്നെ വേണം എന്ന് പറഞ്ഞ നിർബന്ധം പറയുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ അവിടെ കൂടെ ഞാൻ സിനിമ ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് ഞാൻ ഈ സിനിമ ഇന്ന സ്ഥലത്ത് ഇതിന്റെ പാളിച്ചകളുണ്ടെന്ന് പറയാറുണ്ട് ചിലര്. പക്ഷെ അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ശരിയാക്കും, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൺവിൻസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അവരുടെ കാൽക്കുലേഷൻ പാളി പോയിട്ടുണ്ട്. അങ്ങനെയാണ് പല മുന്നേയുള്ള സിനിമകളൊക്കെ വീണു പോയതിന്റെ കാരണം. പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കി ഇനി ആ നല്ല സിനിമകൾ ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു സംവിധായകന്റെ ഉണ്ടായിരുന്നു. ധ്യാന്റെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു, ആ സിനിമ പുറത്തിറങ്ങില്ല. അതോടൊപ്പം ശ്രീനാഥ് ഭാസിയുടെ സിനിമയും സംവിധാനം ചെയ്ത് പുറത്തിറങ്ങില്ല. അദ്ദേഹം കുറിപ്പിൽ കണ്ടിട്ടുണ്ടാകും, ഞാൻ ഇനി സിനിമ ചെയ്യില്ല, ഞാൻ മടുത്തു എന്നാണ് എഴുതിയത്. എന്താണ് ആ സംവിധാനം ഉദ്ദേശിച്ചത്? ഞാൻ അവനെ കഴിഞ്ഞ ദിവസം അവൻ സിനിമ കണ്ടിട്ട് എന്നെ നദികൾ സുന്ദരി കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അവന്റെ മെസ്സേജ് എന്റെ അടുത്ത്, ചേട്ടാ സിനിമ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചോദിച്ചു, എന്താ പറ്റി നിനക്ക്, എന്താ? കാരണം ഞാൻ അവനെ ഇന്നും നല്ലൊരു എന്റെ ഒരു അനിയനെ പോലെ കാണുന്ന ഒരു സഞ്ജിത്ത്. അപ്പോ എന്നെ പലപ്പോഴായിട്ട് അവൻ വന്ന് കാണുന്നു. അന്നൊന്നും ഇങ്ങനെ ഒരു അവസ്ഥയുടെ പറ്റി അവൻ എന്നോട് പറഞ്ഞിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. ഞങ്ങള് ഞാൻ ചോദിക്കാറുണ്ട്, എടാ എന്തായി പടം? അവൻ പറഞ്ഞു, ചേട്ടാ ഇത് ഈ വർക്കിൽ നിൽക്കുകയാണ്, ഇതിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നു. ഞാൻ ഇടക്കിടക്ക് കാണുമ്പോൾ അവനോട് ചോദിക്കാറുണ്ട് അതിന്റെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ എനിക്ക് അതിന്റെ അതർ സൈഡ് അറിയില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമ്മള് ഷൂട്ട് കഴിഞ്ഞു, ഞാൻ 6 ദിവസം ആ സിനിമയിൽ അഭിനയിച്ച 6 ദിവസം ആകെ. അതിൽ ഞാൻ മാത്രമല്ല, സണ്ണി, അജു, നിരഞ്ജ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. പേര് വന്നപ്പോ എന്റെ പേര് മാത്രമേ വന്നുള്ളൂ. കാരണം ഒരു മൾട്ടി സ്റ്റാറർ സിനിമയാണ്. 6 ദിവസം ഞാൻ അഭിനയിച്ച സിനിമ. ഞാൻ ഡബ് ചെയ്തു, എന്റെ ശമ്പളം കൃത്യമായി വാങ്ങിച്ചു. സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൊമോഷന് ഞാൻ എന്റെ എല്ലാ പടങ്ങളിലും ഞാൻ പോകുന്നതായിരിക്കും. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് ഞാൻ ഇവനെ കാണുമ്പോഴും അവൻ ചോദിക്കുന്ന സമയത്തൊക്കെ അവൻ പറഞ്ഞു, കേട്ടാ നിന്ന്. അപ്പൊ അതൊരു വലിയ പ്രൊഡക്ഷൻ ബാനറിന്റെ സിനിമയാണ്, അവരാണത് വലിയ ബാനറിന്റെ താഴെ. അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ അതിന്റെ പുറകിൽ എന്താണ് കൃത്യമായ കാരണം എന്നുള്ളത് അവനും എന്നോട് പറഞ്ഞിട്ടില്ല, ആ പ്രൊഡക്ഷനും എന്നോട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് ആ സിനിമ ഇറങ്ങുന്നുള്ള ഉത്തരവില്ല. പക്ഷെ അവന് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞത് ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് കണ്ടപ്പോഴാണ്. പക്ഷെ നമ്മളെ കൃത്യമായ ജോലി കഴിഞ്ഞ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് അടക്കം തീർന്നിരിക്കുക. പക്ഷെ അപ്പോഴും റിലീസ് ആകാത്ത എന്തുവാണെന്നുള്ളത് എനിക്ക് അതിന്റെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അവനറിയെങ്കിൽ അവനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ശരിയാണ്, അത് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ആണ് ഞാൻ പറയുന്നത്. അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് ധ്യാനയും ശ്രീനാഥ് ഭാസിയാണ് അല്ല. ആ സിനിമ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ സിനിമയാണ്, നമ്മൾ ഡബ് ചെയ്ത് തീർത്ത സിനിമയാണ്. അത് പോസ്റ്റ് വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സിനിമയാണ്. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യാതൊന്നും നമ്മുടെ ഒരു പ്രശ്നം കാരണമല്ല. ആ ബാസിയുടെ സിനിമ ആയിക്കോട്ടെ, അത് ബാസിയുടെ സിനിമയും കഴിഞ്ഞു നിൽക്കുന്ന സിനിമയാണ്, ഡബിങ് തീർന്ന സിനിമയാണ്. അപ്പോഴവിടെ എന്തോ ഒരു ഇഷ്യൂ എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവണമല്ലോ. അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ ഇവരുടെ ടീമിൽ നിന്നാണോ, എന്താണ് അവിടുത്തെ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. അല്ല, അത് കൃത്യമായിട്ട് സംവിധാനം പറയേണ്ടതുമാണ്. കാരണം വിരൽ ചൂണ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും. കാരണം അത് ഞാൻ 6 ദിവസം അഭിനയിച്ചിട്ടുള്ളൂ, എന്റെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ മറ്റുള്ളവരുടെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെന്തോ ഇഷ്യൂ ഉണ്ടാക്കിയെന്ന് പേരിട്ടുള്ളൂ. അത് അങ്ങനെയാണ് കമന്റുകൾ. അതാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് ഇതുവരെ ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത് നമ്മൾ ഡബ് ചെയ്ത് തീർത്ത സിനിമയാണ്. അല്ലാതെ നമുക്ക് അതിൽ അതിന്റെ റിലീസിന്റെ പുറകിൽ നമ്മുടെ യാതൊരു കൈകടത്തലോ അല്ലെങ്കിൽ നമ്മൾ കാരണമല്ല അത് മുടങ്ങി വെച്ചത്. അത് കൃത്യമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഭയങ്കര നെഗറ്റീവായിട്ട് വരുന്നു. ധ്യാൻ ഉൾപ്പെടെ നെഗറ്റീവായിട്ട് വരുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും എന്താണെന്ന് അറിയാമോ. അവൻ കൃത്യമായിട്ട് ഇന്നലെ വരെ അവൻ നദികൾ കണ്ടിട്ട് എന്നെ മെസ്സേജ് അയച്ചു, ചേട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ നിനക്കെന്താ പറ്റി, നിനക്ക് ചേട്ടാ ഞാൻ പെട്ടെന്നൊരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞടാ നീ എന്നെ കണ്ടുപിടിക്കും, പൊട്ടി ഞാൻ ഇരിക്കുകയല്ലേ, ഒരു ദിവസം അതൊക്കെ ശരിയാവും, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആ ചേട്ടാ ഞാൻ നേരിട്ട് വരുമ്പോൾ പറയാന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ നിർത്തി. അപ്പൊ ഞാൻ അടുത്ത ദിവസം അവനെ കണ്ടിട്ട് ഞാൻ അത് എന്തായാലും അന്വേഷിക്കുന്നു. അല്ല, എന്തായിട്ട് അന്വേഷിക്കണം. ഞാനത് കൃത്യമായിട്ട് പ്രേക്ഷകരെ അറിയിക്കുന്നു. കാരണം അങ്ങനെ ഒരു വിരൽ ചൂണ്ടൽ നമുക്ക് പാടില്ല. നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ അവൻ ഒരിക്കലും എന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. മീഡിയയിൽ വന്നപ്പോ ധ്യാന്റെ സിനിമ സംവിധായകൻ, അല്ലാതെ അവൻ ബാസിനെയും എന്നെ പറ്റി ഒന്നുമല്ല പറഞ്ഞത്. അവന്റെ സിനിമ റിലീസാവാത്ത 2 സിനിമകൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഷൂട്ടിംഗ് നിന്ന് പോയതല്ല, പോസ്റ്റും കഴിഞ്ഞ് തീർത്തതാണ്. പോസ്റ്റും കഴിഞ്ഞ് നിൽക്കുന്ന സിനിമ റിലീസ് ചെയ്താൽ മതി എന്തുകൊണ്ടാണെന്നുള്ള ആ ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് നമ്മൾ വീണ്ടും ഈ സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറെ താരങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിർമ്മൽ പാലാഴി ഒരു സഖാവായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലെ. ഈ രാഷ്ട്രീയം കൃത്യം പറഞ്ഞു പോകുന്നുണ്ട് സിനിമയിൽ. ഞാൻ നേരത്തെ പ്രസ് മീറ്റിൽ നിന്നു, പയ്യന്നൂരൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയം അതൊരു മനഃപൂർവ്വം എടുത്തു വെക്കുന്ന അല്ല രാഷ്ട്രീയം എന്നാണ് പറയുന്നത്.
അത്തരം ഒരു രാഷ്ട്രീയ സിനിമകൾക്ക് കൂടുതൽ സ്പേസ് ഉണ്ട് എന്ന് ധ്യാൻ വിചാരിക്കുന്നുണ്ട്? അത്തരം രാഷ്ട്രീയ സിനിമയല്ല ഒന്ന്, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെറ്റയറോ അല്ലെങ്കിൽ സോഷ്യൽ സെറ്റയറോ ഒന്നുമല്ല സിനിമ. ഒരു മിക്കവാറും മലബാർ സൈഡിൽ അല്ലെങ്കിൽ കണ്ണൂർ സൈഡിൽ കൂടുതലും പാർട്ടി ഗ്രാമങ്ങളാണ്. ഏത് കണ്ണൂരിലും മിക്കതും പാർട്ടി ഗ്രാമം, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളാണ് മിക്കതും. അവിടെ സ്വാഭാവികമായിട്ടും രണ്ട് പക്ഷക്കാരുണ്ട്, രണ്ട് പാർട്ടിക്കാരുണ്ട്. അവർക്കിടയിൽ ഇപ്പോഴും മത്സരങ്ങളുണ്ട്, പോട്ടികളുണ്ട്, അവർക്കിടയിൽ ഇഷ്യൂസ് ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവരൊക്കെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, ഇതൊക്കെയാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോഴും മാത്രമേ ഉള്ളൂ അവിടെ ഒരു എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുക മാത്രമേ ഇവരുടെ ഇടയിൽ തെറ്റുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ പറയണ്ടേ, എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മൾ മീഡിയക്കാർ സിനിമാക്കാരെന്ന് പറഞ്ഞ പോലെ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഉള്ള ഒരു പൊട്ടിത്തെറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കാണുമ്പോൾ അതൊക്കെ പരിപാടി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. നമ്മൾക്കിടയിൽ സൗഹൃദമുണ്ട്. പക്ഷെ അപ്പോഴും അവിടെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ പല നാട്ടിൻപുറത്ത് പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാർ. പലപ്പോഴും പലരും ഒരേ സ്കൂളിലടക്കം പഠിച്ച ആൾക്കാരായിരിക്കും. ഇവർക്കൊക്കെ രണ്ട് പാർട്ടിയുണ്ട്, രാഷ്ട്രീയം ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പണ്ട് മുതലേ കണ്ട് വളർന്ന് ഒരുമിച്ച് കളിച്ച് നടന്ന ആൾക്കാരാണ്. വലുതായി വളർന്നു വരുന്ന സമയത്ത് രണ്ട് രാഷ്ട്രീയ ബോധം വരുന്ന സമയത്ത് രണ്ട് തരക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന കാണുമ്പോൾ നമുക്ക് എന്തൊരു വിനോദാഭാസം എന്ന് തോന്നും. കാരണം അങ്ങനെ എനിക്ക് തോന്നിയിരുന്ന ഒരു കാലമുണ്ട്. കാരണം ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്താണ് ജയകൃഷ്ണ മാഷ സ്കൂളിൽ വെച്ചിട്ട് ഇതാകുന്നത്. ഞാൻ കൂത്തുപറമ്പ് കലാപം ഞാൻ ലൈവായിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കത്തിക്കിടക്കുന്ന ആൾക്കാർ അടി കൊണ്ട് വെക്കുന്ന ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ ഇതൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിച്ച് നിന്ന് മറ്റേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ എടുത്ത് വെട്ടുന്ന അങ്ങനത്തെ അത്തരം ആൾക്കാരൊന്നുമല്ല. അതിന്റെ അതർ സൈഡ് എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ള ആൾക്കാരും ഭക്ഷണപ്രിയരായിട്ടുള്ളതും ആൾക്കാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും മുഖത്ത് നോക്കി കാര്യം പറയുന്നതും വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ ഒരു ബ്ലഡിലുള്ള രാഷ്ട്രീയമുണ്ട് അവിടെ. അത് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് കലാകാലങ്ങളായിട്ട്. കാരണം കണ്ണൂർ ലോബിയാണ് ഇപ്പൊ കേരള സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടുത്തെ മന്ത്രിമാരാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും കണ്ണൂരുകാരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കണ്ണൂരിന്റെ ഇമേജ് മാറിയത് കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിലായിരിക്കും. കണ്ണൂരിൽ അല്ലെങ്കിൽ ആൾക്കാർ എറണാകുളത്തെല്ലാം തിരുവനന്തപുരത്തും ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത് കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രശ്നമുണ്ട്, ആൾക്കാർ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടുവന്നു. അതൊന്നുമല്ല. അവിടുത്തെ രാഷ്ട്രീയം വളരെ സോളിഡ് ആണ്. അപ്പൊ അക്രമ രാഷ്ട്രീയം അന്നും ഇന്നും നമ്മളാരും ഫേവർ ചെയ്യുന്നത്, നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടുത്തെ ജനങ്ങളടക്കം അതിനെതിരാണ്. പക്ഷെ പല അക്രമ രാഷ്ട്രീയത്തിനടക്കം പലതും പേഴ്സണലാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവിടെ പലപ്പോഴും പേഴ്സണൽ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തിനെ വെട്ടിക്കഴിഞ്ഞാൽ അവൻ പോയി തിരിച്ചു വെട്ടുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഇമോഷണലാണ്, വൈകാരികമാണ് വിഷയം. അതിൽ പാർട്ടി രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇപ്പൊ ഇക്കനെ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാൻ പോകും, അത്രേ ഉള്ളൂ. അത് അവസാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊലപാതകത്തിലാന്ന് മാത്രം. ഈ നായികയെ സെലക്ട് ചെയ്ത് എങ്ങനെയാണ്? നായിക പ്രോപ്പർ ഓഡിഷൻ കാസ്റ്റിംഗ് വഴി തന്നെ, കാസ്റ്റിംഗ് കോൾ വഴി തന്നെ സെലക്ട് ചെയ്തു. നമുക്ക് ഇത്തരം സംഭാഷണം വേണം, കർണാടക പിടിക്കണം, അതർ ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് തന്നെയാണോ ഈ രാജസ്ഥാനിൽ നിന്ന് തന്നെ? രാജസ്ഥാനല്ലേ? അല്ല, ജമ്മു കാശ്മീർ. അപ്പൊ അല്ല, അത് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അവര് കുട്ടീന്റെ ഓഡിഷൻ എടുത്തു. അവള് തമിഴിലൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അങ്ങനെ അവര് ഓരോ കാസ്റ്റിംഗ് ഡയറക്ടർ ആരുമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആര് വഴി വന്നെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഓഡിഷൻ എടുത്തു. ഓഡിഷൻ ടേപ്പ് എനിക്ക് ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കുട്ടിയാണ്, കുഴപ്പമില്ല, നന്നായി അഭിനയിച്ചു. അപ്പൊ സിനിമയിലും അവള് കാരണം പുതുമുഖ നടിയാണ്, പ്രത്യേകിച്ച് മലയാളം പോലത്തെ ഒരു ഭാഷയിൽ അവള് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളോടൊക്കെ ഭയങ്കര ജെല്ലായി പോയി അവള്. ഈ നായികമാരെയൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ സിനിമ നായകനാണല്ലോ, ചില ആളുകൾ സെലക്ട് ചെയ്യുമ്പോൾ നായികമാര് ഇന്നതാണെങ്കിൽ കൊള്ളാം, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാറുണ്ടോ? ഞാൻ പൊതുവെ ചെയ്യാറില്ല. ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ തെറ്റ് പറയാനും പറ്റില്ല. അത് കാരണം മിക്ക ഡയറക്ടേഴ്സും വന്നിട്ട് ചേട്ടാ ആരും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇന്ന് ഇതിന് നായികാരം കൊണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും പറയും അത് നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. ഞാൻ ഇന്നേ വരെ കാസ്റ്റിങ്ങിൽ പലപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ഇതിലായിക്കോട്ടെ അജു വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഒരു സിനിമയിൽ അജു ഒരു സിനിമയിലും ഞാൻ അജു വേണമെന്നുള്ള നിർബന്ധം പറഞ്ഞിട്ടില്ല. അവരൊക്കെയാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇത് അജുവും ധ്യാനം ഉണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ രസമായിരിക്കും. ഞാൻ ഇതിൽ അങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഞാൻ വേണം നിർബന്ധം പിടിച്ചു വെച്ച ഒരാള് അനീഷ് ആയിരിക്കും എല്ലോട്ടൂത്തിൽ. ബിക്കോസ് അനീഷ് അത് ചെയ്യണമെന്ന് അനീഷിന് ഭയങ്കര ആഗ്രഹം എന്നോട് പറഞ്ഞു. അപ്പൊ അനീഷ് മാത്രം എന്നോട് എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് റെഫർ ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ രീതിയിൽ അനീഷ് അത് ചെയ്താൽ കൊള്ളാം. അപ്പൊ അവർ ആ കാസ്റ്റിംഗ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് അനീഷിനെ മാത്രം ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. പൊതുവെ പറയാറില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ, നേരത്തെ പറഞ്ഞെങ്കിലും ഒരു കാര്യം ഇതിലും കൂടെ ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അല്ലെ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ആളാണ്. ഇതിന് മുമ്പ് എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ച കാലങ്ങളുണ്ട്, ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കുടുംബത്തിൽ വൈഫുണ്ട്, കുട്ടിയുണ്ട്,
ജ്യേഷ്ഠനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവര് കേൾക്കുമ്പോൾ അവർക്കൊരു മോശമാകില്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു പോയിന്റിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്, ഇവരെല്ലാവരും. നമ്മളെല്ലാം മാറി നിൽക്കുമ്പോൾ എല്ലാം മാറി നിൽക്കും. ഞാൻ ഇതൊക്കെ നിർത്തി നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാം അവസാനിപ്പിച്ചല്ലോ, എന്നേക്കുമായി അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആ വശം മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ആക്ച്വലി അങ്ങനെ അവയർനെസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂ ഒന്നും അല്ല. പക്ഷെ അത് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാൻ ഇതിലൂടെ ഒരു അവയർനെസ് കൂടെ ഉണ്ടാവുന്നത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ഞാനത് 1-2 അതിനെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാൻ നമുക്കറിയാം കൃത്യമായിട്ട്. പക്ഷെ ഞാൻ അതിനെ എലാബറേറ്റ് ചെയ്യാൻ കാരണം, കുറച്ചുകൂടെ ഒരു പൊടി ഞാൻ കൂടുതൽ സംസാരിക്കാൻ കാരണം, ഇതുകൊണ്ട് ആർക്കെങ്കിലും, അല്ലെങ്കിൽ കാരണം ഞാനൊരു ലിവിങ് എക്സാമ്പിൾ ആണ് ആ രീതിയിൽ. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. ഇൻഫാക്ട് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ മുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതിന് കാരണം ഒരു പരിധി വരെ ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞു ആ ഇന്റർവ്യൂവിൽ. അപ്പോൾ അത് നഷ്ടപ്പെട്ടതിന് ആ കാലം തിരിച്ചു പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ വർഷങ്ങൾക്കപ്പുറം ഞങ്ങൾക്കിടയിലുള്ള ഒരു ബോണ്ടിങ് അതിനൊക്കെ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനൊക്കെ ഒരു പരിധി വരെ ഇത് കാരണമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ടും കൂടെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി ഇതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാൻ പറ്റിയത് നന്നായിരിക്കുന്നു. എനിക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരു പ്ലാനോട് കൂടി പോയി ഒരു സ്ട്രാറ്റജി ഇരിക്കുന്ന സ്പേസും നല്ലതാണ്, തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും പറയാം. അതെ, അത് ഞാനൊരു ഒരു ഫിലിം പ്രൊമോഷൻ അല്ലാതെ ഒരു മനോരമ ന്യൂസ് പോലത്തെ ഒരു ചാനലിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ ഓഡിയൻസ് പറയാണ്, അത് കൃത്യമായിട്ട് അതൊരു സീരിയസ് ടോക്ക് ആയിരുന്നു. പുള്ളി വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പൊ അങ്ങനെ ഒരു സീരിയസ് അപ്രോച്ച് ഉള്ള ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ടും ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് അതിനെ പറഞ്ഞത്. അത് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലഹരി ഉപയോഗത്തിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു പോയ കഥകളാണ്, അത് ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ലാന്നും പറയില്ല. അതൊന്നും നമ്മളായിട്ട് നിർത്താനല്ലോ, ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധ്യാനെ സംബന്ധിച്ചുള്ള ഒരു സിനിമാ ലൊക്കേഷനിൽ പോയി കൃത്യത പാലിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഒരു ലൊക്കേഷനിൽ കൃത്യസമയത്ത് എത്തുക. കഴിഞ്ഞ ദിവസമാണ് ഈ വയനാട്ടിൽ നിന്ന് കൊച്ചി വരുന്നു, കൊച്ചിയിൽ നിന്ന് രാവിലെ തന്നെ വയനാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ യാത്ര ഉറക്കമില്ല, ഞാൻ കുറെ ദിവസമായിട്ട് അറിയുന്നു. അതെ, കാരണം ഞാനിപ്പോ 12-ാം തീയതി ഷൂട്ട് തുടങ്ങി, ഇപ്പൊ 17-ന് ഞാൻ 3-ാമത്തെ തവണയാണ് വയനാട്ടിൽ നിന്ന് കൊച്ചി വന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചിപ്പോൾ വയനാട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ലെ, നമ്മളെ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് എന്നെ ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ അത് ഈ സിനിമക്ക് ആവശ്യമാണ്. അപ്പൊ അതിൽ എന്റെ ചോയ്സസിനോ എന്റെ ഉറക്കത്തിനോ അതിവിടെ പ്രസക്തിയില്ല. ഈ സിനിമയുടെ ഈ സക്സസ് സെലിബ്രേഷൻ ഇവിടെ ഞാൻ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് ഈ സിനിമയ്ക്കും എന്റെ ആവശ്യമാണ്. അൾട്ടിമേറ്റ് എന്റെ സിനിമയാണ്. അപ്പോൾ അവിടെയും ഇതേപോലെ എനിക്ക് തിരിച്ചെത്തണം. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ പ്രത്യേക ഒരു പെർമിഷൻ എടുത്ത് അവരോട് ചോദിച്ചത്. കാരണം ഇപ്പൊ എനിക്ക് നൈറ്റ് ഷൂട്ടാണ്, എനിക്ക് ഡെയിലി ഷൂട്ടില്ല. അപ്പൊ ഞാൻ നൈറ്റ് എത്തിയാൽ മതി. അവരോടും കൃത്യമായി കാര്യം പറഞ്ഞു. അപ്പൊ അവർക്ക് അവിടെയും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അല്ലെങ്കിൽ സാധാരണ ആൾക്കാരൊക്കെ നടന്മാർ, എനിക്കറിയാവുന്ന ആൾക്കാർ പടം ബ്രേക്ക് ചെയ്തിട്ട് പ്രൊമോഷന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരിക്കലും അത് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മാറ്റി വെക്കാൻ ചിലപ്പോൾ, പക്ഷെ ഒരു ദിവസം മാറ്റി വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പൊ അതൊരിക്കലും ഞാൻ കാരണം ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകാൻ പാടുള്ള നിർബന്ധം ഉള്ളത് കൊണ്ടും ഞാൻ അത് മാനേജ് ചെയ്ത് പോകുന്നു. ഇനിയിപ്പം യാത്രയിൽ ഉറങ്ങി പോകും. യാത്രയിലാണ് ഉറക്കം. ഈ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനൽ ചർച്ചയിൽ അല്ലെ ഞാൻ ഇരിക്കുകയുണ്ടായി. അത് മലയാള സിനിമയ്ക്ക് ഏറ്റവും മോശമായ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന ആൾ കൂടിയാണ് അല്ലെ, അശ്വന്ത് കോക്കിന്റെ കൂടെ ഇരുന്നു. പിന്നീട് അതിൽ പല കമന്റുകളും വന്നു. പല ആളുകളും അത് ധ്യാൻ ഇരുന്നത് എന്തിനാണെന്നൊരു ചോദ്യങ്ങൾ. ധ്യാൻ അത് ഇരുന്നത് സ്വാഭാവികമായിട്ടത് ഞാൻ ഇരിക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, അതോ പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്നെ പോലുള്ള സുഹൃത്തായിരിക്കും വന്ന് പറഞ്ഞപ്പോൾ കയറിയിരിക്കുന്നു? എന്താണ് അതിൽ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ? നേരത്തെ വല്ല പ്ലാനിങ് അറിയാമായിരുന്നു? ഇല്ല, തലേ ദിവസമാണ് ഞാൻ അറിഞ്ഞത്. തലേ ദിവസമാണ് എന്നുവെച്ചാൽ ആ ഇന്റർവ്യൂ എടുക്കുന്നതിന്റെ അതിന്റെ മുന്നത്തെ ദിവസം എന്നോട് അനൂപിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന അനൂപ് പറഞ്ഞു, ചേട്ടാ അശ്വന്ത് നമ്മുടെ പുള്ളി ഇന്റർവ്യൂ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നദികളുടെ പ്രൊമോഷനായിട്ട് ഭാഗമായിട്ടാണോ എന്ന് ചോദിച്ചപ്പോ അതല്ല, അതുമായിട്ട് നമുക്ക് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നില്ല. അപ്പൊ ഒരു ഡിസ്കഷൻ പോലെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായി എനിക്ക് ചർച്ചകളും ഇങ്ങനത്തെ സംവാദമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരാളുടെ മനസ്സറിയുക, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ആ സംവാദത്തിൽ. അല്ല അങ്ങനെ അതൊരു ഡിബേറ്റ് അല്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ സൈഡിലുള്ള അതിൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ. പക്ഷെ അശ്വന്ത് വന്ന സമയത്തും ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ല, റെസ്പെക്ട് ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മ്യൂച്വൽ ആണ്. അത് പറഞ്ഞ പോലെ അയാളെ നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമുക്ക്, അതൊക്കെ ശരിയാണ്. പക്ഷെ
ക്ഷണിച്ച് അയാൾ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് നമ്മുടെ ലൊക്കേഷനിൽ ഞാൻ പറയുന്നില്ല. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തൊരു പ്ലാനിങ് ഒന്നുമില്ല. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ റിവ്യൂ അല്ലെങ്കിൽ അശ്വന്തിന്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം പലപ്പോഴും ഹെൽത്തി അല്ലാന്ന് എനിക്ക് ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വ്യക്തിഹത്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ലെവൽ വിട്ട് പോകുമ്പോൾ അതൊരു പരിധിയിൽ കൂടുതൽ ആൾക്കാരെ മോക്കിയല്ല കളിയാക്കുന്ന ഒരു പരിപാടി, ഇൻസൾട്ട്, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടില്ല, ശ്രമം നടത്തിയിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ അതിന്റെ ഒരു ലൈൻ എനിക്ക് കിടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് വേണമെങ്കിൽ ഭയങ്കര തറപ്പിച്ചത് പറയായിരുന്നു, ഇത് തെറ്റാണെന്നുള്ള രീതി. ഇപ്പോഴും ഞാൻ തെറ്റാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര എന്താ പറയണ്ടേ, അയാളുടെ ശരി നമ്മുടെ തെറ്റെന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാണ്. ഇത് അയാൾക്കത് ശരിയാണെങ്കിൽ അത് ശരി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീഫെയിമിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ കോടതിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുക എന്നാണ്, കോടതിയാണ് അത് തീരുമാനിക്കേണ്ട ഡിഫമേഷൻ ആണോ അല്ലയോ എന്നുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, സിനിമയുടെ റിവ്യൂ പറയുന്നതൊക്കെ ടോട്ടലി അയാളുടെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പരിധി വരെ നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളല്ല അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാൻ ഒരുപാട് പേരുകൾ, നല്ലത് പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നല്ല റിവ്യൂസ് അല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് അദ്ദേഹം നല്ലതും പറയുന്നുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും പുള്ളിനെ അടിച്ചാക്ഷേപിക്കാൻ പറ്റൂല. കാരണം നല്ല സിനിമകൾ വരുമ്പം നല്ലത് പറയും, മോശം വരുന്ന സമയത്ത് പറയുന്ന രീതിയും ഭാഷയും നദികൾ സുന്ദരി മോശമല്ലല്ലോ സിനിമ. അല്ല, ഞാൻ പറയാം അത് അദ്ദേഹത്തിന്റെ മാത്രം ഒപ്പീനിയൻ അല്ല. ഇപ്പൊ ഞാൻ അത് പറയാൻ ആഗ്രഹിച്ചാൽ അശ്വന്തിന്റെ അച്ഛനും അമ്മയും അശ്വനെ കൂട്ടിയിട്ട് പോകും. കാരണം അശ്വന്തിന്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും, അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് തന്നെ ഒരു 30 വയസ്സിന് മുകളിൽ 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെന്ന് ഞാൻ ഈ സിനിമയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ്. അപ്പൊ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രീതി അല്ലെങ്കിൽ ഇഷ്ടം കിട്ടണമെന്ന് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കിട്ടിയാ കിട്ടി, ഓക്കെ. കാരണം RDXും അല്ലെങ്കിൽ ഇടിപ്പടങ്ങളും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകൾ കണ്ട് ആവേശത്തിൽ കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു ഫാമിലി നാട്ടിൻപുറ സിനിമയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രസക്തിയില്ല അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇന്നത്തെ കാലത്ത്. അപ്പൊ ഞാൻ കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് കൃത്യമായിട്ട് ഈ പറഞ്ഞ അശ്വന്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രായമുള്ള അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രായമുള്ള 30-35 വയസ്സിന് മുകളിലുള്ള ആ പഴയ ജനറേഷൻ അല്ലെങ്കിൽ 90s കിഡ്സ് അല്ലെങ്കിൽ 80s കിഡ്സ്, അവരെയാണ് ഞാൻ കാറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 70s ആൾക്കാർ. അപ്പോൾ അത്തരം ഓഡിയൻസിന് ഇത് തീർച്ചയായിട്ടും വർക്കാവുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ നല്ല സിനിമയാണെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അതാണ്. എന്നിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. കാരണം പറഞ്ഞത്ര മോശം സിനിമയല്ല എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. കാരണം പുള്ളിക്ക് അത് വർക്കായില്ലെങ്കിൽ അത് പുള്ളിയുടെ മാത്രം ഒപ്പീനിയനാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിന് ആള് പേരാതാവോ അല്ലെ ഇത് നമ്മളതിനെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. കാരണം ആ പടം അഭിപ്രായം വന്നു, അതിന്റെ താഴെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അശ്വന്തിന്റെ ഇതിന്റെ കമന്റ്സിന് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു 10-40-50% ആൾക്കാർ പറയുന്നുണ്ട് പടം കണ്ടു, നല്ലതാണ്. കാണാത്ത ആൾക്കാരാണ് ബോംബ് എന്ന് പിന്നെയും പറയുന്നത്. കണ്ട ഒരാൾ പോലും ഞങ്ങൾക്ക് മിക്സ്ഡ് പോലും അല്ല, ഞങ്ങൾക്ക് വന്ന ആകെ മിക്സ്ഡ് എന്ന് പറയുന്ന അശ്വന്തിന്റെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം അശ്വന്തിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ ആ അശ്വന്തിന്റെ താഴെയുള്ള കമന്റ് സെക്ഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ആ സിനിമ കണ്ട മിക്ക ആൾക്കാരും ആ സിനിമയെ പറ്റി നല്ലതേ പറഞ്ഞുള്ളൂ. കണ്ട ആൾക്കാർ, കാണാത്ത ആൾക്കാരാണ് അപ്പോഴും നെഗറ്റീവ് പറയുന്നത്. പക്ഷെ ഇവിടെ എപ്പോഴും സെല്ലാവുന്ന നെഗറ്റീവ് വാർത്തകളും ഇതും ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതാണ് സെല്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ അതൊരു കൃത്യമായിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് അതിന് പുള്ളി വളരെ പെറിഫറൽ ലെവലിലാണ് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇഷ്ടമായില്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഒന്നുമില്ല. അപ്പൊ എനിക്കതിൽ അതിന്റെ ഒരു റിവ്യൂയിങ് എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ തോന്നി. എനിക്ക് തോന്നിയ ആ റിവ്യൂവിന് ഇപ്പൊ പറഞ്ഞ പോലെ ക്ലാരിറ്റി കുറവ് എനിക്ക് തോന്നിയത്. ധ്യാനുമായിട്ടിരുന്ന ഒരു അഭിമുഖം എടുത്തപ്പോൾ അതിനി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം സൂചിപ്പിച്ചതുകൊണ്ടാവുന്ന ചിലപ്പോൾ കമന്റ് വരാം. അല്ല, എന്റെ ഒരു ഒപ്പീനിയൻ. അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും ആ രീതിയിൽ. അശ്വന്ത് ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അശ്വന്ത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അത്ര മോശം സിനിമയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഇവിടെ അഭിപ്രായം പറഞ്ഞത് നമ്മൾ മാത്രമല്ല, നാദിർ ഷാ തൊട്ടിട്ട് മധുപാൽ ശർമ്മ തൊട്ടിട്ട്. അപ്പോ എത്തരത്തിലുള്ള സിനിമയാണെന്നുള്ള ഇങ്ങനൊരു സിനിമ, ഇത് മഹാത്ഭുതം എന്നൊന്നും നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. പക്ഷെ കുറെ കാലത്തിന് ശേഷം കുറച്ച് ചിരിക്കാൻ പറ്റുന്ന നാട്ടിൻപുറ സിനിമയാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അത് നമ്മളും അശ്വന്തിനെ പോലെ ഒരു ഓഡിയനാണ്. എനിക്കും ഒരു 3rd person പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇക്കയ്ക്കും ഉണ്ട്. നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കത് ഒരു 80% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഒരു 10% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ അവരൊന്നുകിൽ നമ്മളെക്കാളും വളരെ മുകളിൽ അവരുടെ സ്റ്റാൻഡേർഡ് കൂടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ മലയാള സിനിമ കാണേണ്ട ആൾക്കാരെ അല്ല, അല്ലെങ്കിൽ അവര് മലയാള സിനിമ കാണുന്നത് നിർത്തണം. കാരണം ഈ സ്റ്റാൻഡേർഡ് കൂടിപ്പോയാലും പ്രശ്നമാണ്.
നമ്മൾ നിൽക്കുന്ന നാട്ടും ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇത്തരം സിനിമകളും വേണം. ഇവിടെ ഫാമിലിക്ക് സിനിമകളും ഉണ്ട്. അവർക്ക് കുടുംബത്തോടെ, കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിയേറ്ററിലും ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് കുടുംബ പ്രേക്ഷകർ ചിരിക്കുന്നു, അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് സിനിമയെ. അപ്പോ അത് കാണുമ്പോൾ അവർക്കും വേണ്ടേ സിനിമ. ഒരു അടിപ്പടങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഇവിടെ മാസ് ത്രില്ലർ പടങ്ങൾ മാത്രം മതിയോ? കുടുംബ പ്രേക്ഷകർക്കും വല്ലപ്പോഴും പോയി ചിരിക്കാനും അങ്ങനെ നോക്കുമ്പോൾ അത്തരം സിനിമകൾ എവിടെ പോയി കാണുന്നില്ല. കാരണം യങ്സ്റ്റേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സിനിമകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഈ കുടുംബ പ്രേക്ഷകർക്കും വേണ്ടേ? കുടുംബ പ്രേക്ഷകർ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവർക്കുണ്ടാകും, അതുണ്ടാക്കുന്ന ഒരു മൈലേജ് ഭീകരം. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിത്തുടങ്ങി ഇന്നലെ തൊട്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു റിവ്യൂ കൊണ്ട് ഈ സിനിമ ബാധിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ റിവ്യൂ ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അത് അയാളുടെ കംപ്ലീറ്റ്ലി അയാളുടെ ഒപ്പീനിയൻ ആണ്. കാരണം അയാൾ കാശ് കൊടുത്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ തുറന്നു. ഞാനത് എപ്പോഴും റിവ്യൂ ചെയ്യുന്ന തെറ്റില്ല, തെറ്റും ശരിയും തിരിച്ചു. പക്ഷെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് മാത്രമേ ഞാൻ എപ്പോഴും അതിന് നമുക്കും അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയെ പറ്റി പറയുന്നതിൽ സിനിമയെ പറ്റി പറയാലോ, സിനിമയെ പറ്റി ചർച്ച ചെയ്യാം. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസൾട്ടിലോട്ട് കിടക്കുമ്പോഴാണ് അതിനൊരു ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിലോട്ട് പോകുന്നത്. ഒരു സംഭവം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ ഇതിൽ ചോദിച്ചു, സംഘടനകൾ ഇടപെടേണ്ടതാണോ? അങ്ങനെ ഒരു വിഷയമല്ല. ഇത് വ്യക്തിഹത്യ മിക്കവാറും ഇപ്പൊ ഇക്കനെ വിളിച്ചതടക്കം കൃത്യമായിട്ട് അതൊരു വളരെ മോശം പ്രയോഗമാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൽ ഡിഫെയിമിംഗ് ആണ് ആ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എന്നല്ല, 2-3 വർഷമായി നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പരാതി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അങ്ങനെ അശ്വന്തിനെ ആരും വിളിച്ചിട്ടുണ്ട്, അശ്വന്ത് പരാതി കൊടുക്കില്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ കൃത്യമായിട്ടുള്ള അതിനൊരു ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ആ രീതിയിൽ ഇതുവരെ ഞാനും കണ്ടിട്ടില്ല ഇതെവിടെയും പറയുന്നതായിട്ട്. കാരണം അത് പറയേണ്ട സമയമായിരുന്നു തോന്നുന്നു എനിക്ക്. അല്ല, ഞാൻ പറയേണ്ട സമയത്തിന് അതിന്റെ മുന്നോട്ടുള്ള യാത്രയും ഞാൻ പരാതികളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ. അത്തരം ഇൻസൾട്ടിനോട് അത് ആര് ഏത് സ്റ്റാൻഡേർഡ് ഏത് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും എന്ത് ചെയ്യുന്ന ആളാണ് ഒരു ഇൻസൾട്ട്, ഇത്തരം ഇൻസൾട്ടുകൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സിനിമ റിവ്യൂ കിട്ടെ, സിനിമയുടെ പ്രോസും കോൺസും ഒക്കെ പറയാം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനെയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അശ്വതിന്റെ റിവ്യൂവിനെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ വ്യക്തിഹത്യ മോശം എന്നല്ല, അത് അത് എന്താ പറയുക, ഒഫൻസ് ആണ്, ക്രിമിനൽ ഒഫൻസ് ആണ് ആക്ച്വലി. അല്ല, അങ്ങനെയുള്ള ഒരാളുകളുടെ കൂടെ ഇരുന്നപ്പോൾ ഞാനും ഒരു നെഗറ്റീവ് ആയി എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ആ വ്യക്തി അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചർച്ചയ്ക്ക് പോകാനുള്ള കാരണം തന്നെ, ഞാൻ വ്യക്തിഹത്യ ഒരു സൈഡിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ പുള്ളി ചെയ്യുന്നതിന്റെ എല്ലാത്തിനും 2 വശങ്ങളുണ്ട്. പുള്ളി ചെയ്യുന്ന റിവ്യൂയിങ് അല്ലെങ്കിൽ പുള്ളിയുടെ ശൈലിയോട് ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. പലതും പുള്ളി ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. സാധാരണ ഇല്ല, ഞാൻ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 2 വശങ്ങളുണ്ടല്ലോ ഇതിന്. ചില സിനിമകളോട് എന്ന് വെച്ചിട്ട് പുള്ളി ഭീഷ്മവർമ്മയോട് ഇഷ്ടപ്പെട്ടില്ല, ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. പുള്ളി പ്രണയവിലാസത്തിനെ പറ്റി ആ സിനിമ ഓടിയ സിനിമയാണ്. അപ്പോൾ പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില സാധനങ്ങൾ പുള്ളി പറയുന്നതിനോട് രസകരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിയെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ചർച്ച വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു. കൃത്യമായിട്ട് എനിക്കൊരു പ്ലാൻ അല്ല, എനിക്ക് 1-2 കാര്യങ്ങൾ തുറന്നടിച്ച് പുള്ളിനെ അധിക്ഷേപിക്കാനുള്ള ഒരു പ്ലാൻ എനിക്കില്ലായിരുന്നു. അത് കാരണം അതും ഞാനും പുള്ളി തമ്മിൽ വ്യത്യാസമില്ലാതെ, തീർച്ചയായിട്ടും അല്ല ഞാനും പുള്ളി തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഇപ്പൊ അങ്ങനെ ഇൻസൾട്ടിങ് ലെവലിലോട്ട് എനിക്ക് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയും തൊടാതെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അത് കൊള്ളേണ്ട പോലെ കൊണ്ടിട്ടുമുണ്ട്, പുള്ളിക്ക് അങ്ങനെ റെസ്പോൺസിബിലിറ്റി വന്ന് അടുത്ത ജനറേഷൻ, ഞാൻ അന്ന് എടുത്ത് പറഞ്ഞൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരും. അവർ ഇതിനേക്കാളും വലിയ ഇൻസൾട്ടും, കാരണം നിങ്ങളെ ഫോളോ ചെയ്തിട്ടേ വരിക. അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം വേണം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വേണ്ടേന്ന് ഞാൻ ചോദ്യം പോലെ ചോദിച്ചു. കാരണം നാളെ ഈ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനേക്കാളും എക്സ്ട്രീം ലെവൽ ഓഫ് ഇൻസൾട്ടിലോട്ടും ഇതിലോട്ടും പോകുമ്പോൾ ഇവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആത്മഹത്യ ചെയ്യേണ്ട ലെവലിലോട്ട് കാര്യങ്ങൾ പോകും. അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവരെ സിനിമേനെ മാത്രമല്ല കൊല്ലുന്നത്, അവരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ്. പറഞ്ഞ പോലെ ഓരോ വിളിപ്പേരുകളും ഓരോ ഇൻസൾട്ടും ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര സംഘർഷം വരും അവർക്കൊക്കെ. അപ്പൊ ആ ലെവലിലോട്ട് പോകരുത്. അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തം വേണ്ടേ, അല്ല നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ആൾക്കാർ വരില്ല എന്നുള്ള ചോദ്യം അടക്കം ഞാൻ ചോദിച്ചിട്ടുണ്ട്. കൃത്യമാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോടുകൂടി ഓടിയാണ് അല്ലെ. ഇനി നമുക്ക് പ്ലാനിങ് ഉണ്ട്, ഞാൻ കുറെ സിനിമകൾ ചെയ്യാറുണ്ട് അല്ലെ. ഇനിയിപ്പോ ചെയ്യാനുള്ള സിനിമയിൽ ഞാൻ വിശ്വാസമുള്ള ഒരു സിനിമ ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഇത് പറഞ്ഞതാണ്, അങ്ങനെ ഒരു വിശ്വാസമുള്ള സിനിമ പറയാൻ പറ്റുമോ? അല്ല, അത് ഞാൻ അതിന്റെ റിലീസിനോട് അടുക്കുമ്പോ അല്ലെങ്കിൽ പറയാം. വിശ്വാസമുള്ള ഒരു സിനിമയുണ്ട്, അത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുള്ള സിനിമയാണ്. അതെന്റെ ചേട്ടന്റെ സിനിമയാണ്, വർഷങ്ങൾക്ക് ശേഷം. അതിൽ ഡെഫിനറ്റ് വിശ്വാസമുണ്ട്.
അതിൽ വിശ്വാസക്കുറവ് ആർക്കും ഇല്ലല്ലോ. ആർക്കുമില്ല, അത് ആർക്കും അല്ല, ഉണ്ടാവില്ല. എനിക്ക് കോൺഫിഡൻസ് ഉള്ള 1-2 സിനിമകളുണ്ട്. അതിന്റെ റിലീസ് അനുബന്ധിച്ച് അതിന്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് വരുന്ന സമയം ഞാൻ തീർച്ചയായിട്ടും പറയും. തീർച്ചയായിട്ടും ഇതിപ്പോ ഫലം പറയുന്നത് ഭയങ്കര രീതിക്ക് അതെ അതെ എന്താണ് അതിന് മറ്റേ മുഖസ്ഥിതി പറയല്ല. അതെ, ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമ എത്തിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ദീർഘവീക്ഷണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് പരാജയപ്പെടുന്ന പറഞ്ഞ സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട്, ആ ലാൻഡ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. ഇപ്പോഴുള്ള ചോദ്യം വെച്ചാൽ ആ ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്തൂടെ? കാരണം അതിന്റെ അഭിപ്രായം കൃത്യമായിട്ട് വെച്ചാൽ നമ്മളത് കുറക്കാനുള്ള ശ്രമങ്ങളും, അല്ലെങ്കിൽ ഇത് വിരസത തോന്നിയ സാധനങ്ങൾ റീഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവം തോന്നി. പിന്നെ തോന്നി അത് മാറ്റിക്കഴിഞ്ഞാൽ, അത് കട്ട് ചെയ്ത് പിന്നെയും ഇതായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്ലോ പോവും. കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ലാഗ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ കേട്ടോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ വെച്ചത്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന സ്ഥലത്ത് കുറച്ച് ഫസ്റ്റ് ഹാഫിൽ ഇന്നുണ്ട്, സെക്കൻഡ് ഹാഫിൽ എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ക്ലൈമാക്സുകളോ അതിൽ വലിയ സർപ്രൈസുകളോ സസ്പെൻസോ ഒന്നും ഇല്ല. കാരണം അത്തരം സസ്പെൻസുകൾ കൊടുക്കേണ്ട സിനിമയുമല്ല. ആ നാട്ടുമ്പുറത്ത് സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കുള്ളൂ. അതിനകത്ത് വലിയ മഹാത്ഭുതമൊന്നും സംഭവിക്കാനില്ല. പഴയ സിനിമകളുടെ ഒരു ഫോർമുലയുണ്ട്. പക്ഷെ ഇന്നത്തെ കുടുംബ പ്രേക്ഷകർക്ക് ഈ കാലം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം ഇത്തരം സിനിമകളും വേണം. ഈ കുടുംബ പ്രേക്ഷകർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇപ്പൊ ഹൃദയം ക്യാമ്പസിലെ അല്ലെങ്കിൽ കോളേജ് പിള്ളേർ സെലിബ്രേറ്റ് ചെയ്ത സിനിമയാണ്. അതുപോലെ കുടുംബ പ്രേക്ഷകർക്ക് വല്ലപ്പോഴും കിട്ടുന്നതാണ് ഇതുപോലത്തെ ഇത്തരം സിനിമകൾ. അവർ തീർച്ചയായിട്ടും നമ്മൾ ടാർഗറ്റ് ചെയ്തതും അത്തരം പ്രേക്ഷകരെയാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം.